ഗോസ്പല് യേശു തുടങ്ങുന്നത് തന്നെ ഒരു താക്കീത് കൊടുത്തിട്ടാണ്. താക്കീത് ഇതാണ്: പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിജാതീയരെ പോലെ അതിഭാഷണം ചെയ്യരുത്. ഒരു വിജാതീയരുടെ പ്രാർത്ഥനാ രീതിയെ കുറച്ച് കുറ്റങ്ങൾ കണ്ടതുകൊണ്ട്, കുറവുകൾ കണ്ടതുകൊണ്ട് യേശു ആദ്യമേ പറയുകയാണ്, നിങ്ങൾ അതുപോലെ ആകരുത്. എങ്കിൽ പിന്നെ നിങ്ങൾ ആരെപ്പോലെ പ്രാർത്ഥിക്കണം? അതാണ് നോർമലി ഉണ്ടാകേണ്ട അടുത്ത ചോദ്യം. അതിന് യേശു ഉത്തരം പറഞ്ഞില്ല. ആരെപ്പോലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല, പക്ഷെ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞിട്ടാണ് യേശു അക്കാലം അത്രയും ഈ ഭൂമി കേൾക്കാത്ത ഒരു വാക്കിൽ ഒരു പുതിയൊരു പ്രാർത്ഥനാ രീതി അവരുടെ മുമ്പിൽ പറഞ്ഞത്. അത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഓരോ ദിവസവും ജപമാലയിലും പരിശുദ്ധ ദിവ്യബലിയിലും ഒക്കെ നാം ഉരുവിട്ടുകൊണ്ടിരിക്കുന്ന ആ മനോഹരമായ പ്രാർത്ഥന. ആരെപ്പോലെ പ്രാർത്ഥിക്കരുത് എന്ന് പറഞ്ഞ യേശു ആരെപ്പോലെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞില്ല. പക്ഷേ ഒരു കാര്യം ഈ പ്രാർത്ഥനയിലൂടെ ഒരു വ്യക്തതയുണ്ട് നമുക്ക്. ഈ പ്രാർത്ഥന ജീവിച്ച ഒരാളാണ് ഈ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യക്തമാണ് ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയുടെ ഓരോ വാക്യങ്ങളും എടുത്തു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും: ഇതിലെല്ലാ കാര്യവും യേശു ജീവിച്ചതാണ്. യേശു കടന്നുപോയ ജീവിത അനുഭവങ്ങളാണ്. അതുകൊണ്ട് അവനെ തന്നെ പ്രാർത്ഥനയായിട്ട് ഈ ഭൂമിയിൽ പറഞ്ഞു കൊടുക്കുകയാണ്. അതായിരുന്നല്ലോ യേശുവിൻ്റെ ലക്ഷ്യം. ഒന്ന് ഓർത്ത് നോക്കി, പ്രാർത്ഥന ഇതാണ്: സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പിതാവേ എന്ന വാക്ക് ഈ ഭൂമിയിൽ ആദ്യമായി പറഞ്ഞു പഠിപ്പിച്ചതും ജീവിച്ച് പഠിപ്പിച്ചതും ക്രിസ്തുവാണ്. ഈ വാക്ക് തന്നെ ആ കാലഘട്ടത്തിൽ ആർക്കും സുപരിചിതമല്ല. ദൈവത്തെ ദൈവമേ എന്ന് വിളിക്കാൻ പോലും ഭയപ്പെട്ടിരുന്ന ഒരു ജനതയുടെ മുമ്പിൽ സ്വർഗത്തിലുള്ളത് അപ്പനാണെന്ന് പഠിപ്പിച്ചത് ക്രിസ്തുവാണ്. അതുകൊണ്ട് അവൻ അപ്പനെന്ന് വിളിച്ചത് കൊണ്ട് അവൻ എല്ലാവരെയും അപ്പനെന്ന് വിളിക്കാൻ പഠിപ്പിച്ചു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയാണല്ലോ: സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ ഹിതം ഈ ഭൂമിയിൽ കൊണ്ടുവരണം. അതാണ് ആവർത്തിച്ച് ക്രിസ്തു പറഞ്ഞത്. സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യേശു വരുന്നതിന് തൊട്ടു മുമ്പ് സ്നാപയോഹന്നാൻ ഈ ഭൂമിയോട് പറഞ്ഞതും സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്നാണ്. യേശു പല വാക്കുകളായി ഈ ഭൂമിയിൽ പറഞ്ഞതും സ്വർഗരാജ്യത്തിൻ്റെ കഥകളും ഉപമകളുമാണ്. അങ്ങനെ സ്വർഗത്തിൻ്റെ ഒരു രാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ പ്രവർത്തിച്ചു. ആ പ്രവർത്തനത്തെ അവൻ പ്രാർത്ഥനയാക്കി. എന്നിട്ട് യേശു പറഞ്ഞു, അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ശരിയല്ലേ? അന്നന്ന് വേണ്ട ആഹാരത്തിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു യേശുവല്ലേ നമ്മുടെ സുവിശേഷത്തിൽ വായിക്കുന്നത്. അവനൊന്നും കരുതി വെച്ചിട്ടില്ല. എവിടെ ഭക്ഷണം കിട്ടോ അവിടെ കയറി ഭക്ഷിച്ചു. അത് മാർത്തയുടെ വീട്ടിൽ പോയതും മത്തായിയോടൊപ്പം ഭക്ഷണത്തിരുന്നതും സക്കിയൂസിൻ്റെ ഭവനത്തിൽ ഊട്ടുമേശ പങ്കിട്ടതൊക്കെ ഒരു തെളിവായിട്ട് നമുക്ക് മനസ്സിലാകും. ഒരു കാര്യം വ്യക്തമാണ്: യേശു അന്നന്ന് വേണ്ടിയുള്ള ഭക്ഷണത്തിന് വേണ്ടി കരുതിയത് കൊണ്ട് അവന് നാളെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. ഓരോ ദിവസത്തെ അന്നവും പൊന്നുതമ്പുരാൻ സ്വർഗത്തും തരുമെന്ന് വ്യക്തതയുണ്ടായിരുന്ന ആ പൊന്നുമകന് പിന്നീട് ആ ജീവിതം തന്നെ അവന് പ്രാർത്ഥനയായിരുന്നു. വീണ്ടും അവൻ പറഞ്ഞു, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെയും ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾക്ക് ക്ഷമിച്ചു തരണമേ. ക്ഷമയുടെ വലിയ പാഠം പഠിപ്പിച്ചത് അത് കുരിശിൽ തന്നെയാണ്. 70 പ്രാവശ്യം ക്ഷമിക്കണമെന്നൊക്കെ പഠിപ്പിച്ച യേശു അവസാനം ആ കുരിശിൽ 70 അല്ല 700 പ്രാവശ്യം ക്ഷമിച്ചു കഴിഞ്ഞു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന വലിയ പ്രാർത്ഥന അവൻ്റെ പരസ്യജീവിതത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സുപരിചിതമാണ്. എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിച്ച് പിശാചിന് മുമ്പിൽ നിൽക്കുമ്പോഴും അവിടെയോട് തീർന്നില്ല. അവസാനം ഈ ദൈവപുത്രനാണെങ്കിൽ കുരിശിൽ നിന്ന് താഴെയിറങ്ങി വരിക എന്ന വാക്ക് പോലും പ്രലോഭനത്തിൻ്റെ ചിന്ത തന്നെയായിരുന്നു. അതുപോലും അതിജീവിച്ച ഒരു ക്രിസ്തു പിന്നീട് അവൻ്റെ അതിജീവനത്തിൻ്റെ കഥ പ്രാർത്ഥനയാക്കി. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ പാപം ഒഴുകി അവൻ എല്ലാ കാര്യത്തിലും മനുഷ്യനായി ജീവിച്ചു. തിന്മ എന്നത് അവൻ്റെ ജീവിതവുമായോ അവൻ്റെ സ്വത്വവുമായോ ബന്ധമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ തന്നെപ്പോലെ എല്ലാവരുമായി തീരാൻ അവൻ പറഞ്ഞു, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. മറ്റുള്ളവരുടെ തെറ്റുകൾ നിങ്ങൾ ക്ഷമിക്കുന്നെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. എല്ലാവരോടും ക്ഷമ മാത്രം പഠിപ്പിച്ചു കൊടുത്ത ഒരു പൊന്നു തമ്പുരാൻ ഈ ഭൂമിയിൽ ക്ഷമയുടെ പാഠം അവസാനം വരെ സ്നേഹത്തിൻ്റെ സുവിശേഷമായി നിൽക്കണമെന്ന് പറഞ്ഞു. പ്രിയമുള്ളവരെയും, കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. വിജാതീയരെ പോലെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പഠിപ്പിച്ച ക്രിസ്തു ആരെപ്പോലെ ആകണം എന്ന് പഠിപ്പിച്ചില്ല. പക്ഷേ വാക്കുകളൊക്കെ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ആ ജീവിതം ജീവിച്ച ഒരാൾ ഈ പ്രാർത്ഥന പറഞ്ഞപ്പോൾ എത്രയോ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുതലാണ്. ക്രിസ്തുവിൻ്റെ ആദരത്തിൽ നിന്ന് വന്നതാണ് ഈ പ്രാർത്ഥന എന്നത് വളരെ മനോഹരമാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രാർത്ഥന നാം ഓരോ പ്രാവശ്യം ഉരുവിടുമ്പോഴും ഒരു കാര്യം വളരെയധികം ഹൃദയത്തിൽ സൂക്ഷിക്കണം: അവൻ്റെ ആദരത്തിൽ നിന്ന പ്രാർത്ഥന നാം ഏറ്റുചൊല്ലുകയാണ്. അതുകൊണ്ട് തന്നെ ആ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുതലാണ്, ആ പ്രാർത്ഥനയ്ക്ക് കൃപ കൂടുതലാണ്.
ഈ തപസ്സുകാലം ജപമാല ചേർത്ത് പിടിക്കുന്നതിനോടൊപ്പം ഈ പ്രാർത്ഥനയും ഹൃദയത്തിലുണ്ടാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവേ, നിൻ മുൻപിൽ വന്നിടുന്നേ. സ്വർഗസ്ഥനായ പിതാവേ, നിൻ മുൻപിൽ വന്നിടുന്നേ. മുട്ടുകുത്തുന്നിതാ ചേർത്തണച്ചിടേണം, നിർമ്മലമാക്കിടേണേ. മുട്ടുകുത്തുന്നിതാ ചേർത്തണച്ചിടേണം, നിർമ്മലമാക്കിടേണേ. കൈകളിൽ വഹിച്ചിടണേ, കാൽക്കല്ലിൽ തട്ടിടാതെ. 1000 10,000 അടുത്തിടാനിടവരാതെ. കൈകളിൽ വഹിച്ചിടണേ, കാൽക്കല്ലിൽ തട്ടിടാതെ. 1000 10,000 അടുത്തിടാനിടവരാതെ. തിന്മ എന്നത് അവൻ്റെ ജീവിതവുമായോ അവൻ്റെ സ്വത്വവുമായോ ബന്ധമില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ തന്നെപ്പോലെ എല്ലാവരുമായി തീരാൻ അവൻ പറഞ്ഞു, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. സത്യവഴി തേടി ഞാനലഞ്ഞു, നിത്യജീവന്റെ വഴിയെന്നും നീ മാത്രമേ. ഇനി എനിക്കഭയം ചിറകടി, ഇടം വലമിടറാതിടയനായി. കൈകളിൽ വഹിച്ചിടണേ, കാൽക്കല്ലിൽ തട്ടിടാതെ. 1000 10,000 അടുത്തിടാനിടവരാതെ. വിജാതീയരെ പോലെ ആകരുത് നിങ്ങളുടെ പ്രാർത്ഥന എന്ന് പഠിപ്പിച്ച ക്രിസ്തു ആരെപ്പോലെ ആകണം എന്ന് പഠിപ്പിച്ചില്ല. പക്ഷേ വാക്കുകളൊക്കെ പറഞ്ഞു വരുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ക്രിസ്തുവിൻ്റെ ജീവിതമാണ്. ആ ജീവിതം ജീവിച്ച ഒരാൾ ഈ പ്രാർത്ഥന പറഞ്ഞപ്പോൾ എത്രയോ പ്രാർത്ഥനകൾ ഉരുവിടുമ്പോൾ ഈ പ്രാർത്ഥനയ്ക്ക് ശക്തി കൂടുതലാണ്. അല്ലലൊഴിഞ്ഞൊരു ജീവിതമീ ഭൂവിലില്ലെന്നു കരുതി ഞാൻ ഉഴറിയിടവേ. കരം പിടിച്ചെന്നെ കരുതിയോനേ, കരുണയിന്നുറവേ കാത്തിടണേ. കൈകളിൽ വഹിച്ചിടണേ, കാൽക്കല്ലിൽ തട്ടിടാതെ. 1000 10,000